ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഗൂഡല്ലൂരിനോട് അടുത്ത പ്രദേശമായ ചളിവേൽ ധർമ്മഗിരിയിലെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഹായ്, നമ്മളിപ്പോൾ ഇല്ലേ ചളിവയൽ ധർമ്മഗിരി അല്ലേ, ധർമ്മഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. നമ്മൾ ഇത്ര ദിവസം ചെയ്ത വ്ളോഗൊന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് കയറാം ഇനി നമ്മളെ വ്ളോഗ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം പോലെ നമുക്ക് പരിചയപ്പെടാം. ധർമ്മഗിരിത്തെ എൻ്റെ സ്കൂൾ തൊട്ട് ഒപ്പം പഠിച്ച നമ്മളെ തുണക്കാരാണ് ഇതൊക്കെ. ജോൺസൺ എൻ്റെ ജോൺസൻ്റെ അനിയൻ ജെയ്സൺ. ഇത് നമ്മളെ മോർണിംഗ് സ്റ്റാറിലെ മാഷ് ആമയിൽ കേട്ടോ. ആമയിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ 10th വരെ ഒരുമിച്ച് പഠിച്ചാണ് GTM. ഇത് ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മീനുണ്ടോ ഇവിടെ ഇതുണ്ടോ തുടങ്ങിയ വെള്ളം. ഈ വെള്ളത്തിൻ്റെ കളറുണ്ടോ? ഇതുണ്ട് എവിടെ കല്ലേമുട്ടൊന്നുമല്ല, ഇത് തവളാപ്പൂട്ടലാണത്. ഓ, എത്ര മീനറോ. ഈ ഒരു ഷോട്ട് ഞാൻ വള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംപോലെ തവളാപ്പൂട്ടലും പിന്നെ മറ്റേ കല്ലേമുട്ടി, നമ്മൾ കല്ലാങ്കാരി, അങ്ങനെ പല മീനുകളുണ്ട് കേട്ടോ. നമ്മളെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടില്ലേ, നമ്മളൊരു ടെൻറ്റ് മേടിച്ചിരിക്കണേ. നമ്മളെ അൺബോക്സിങ് അല്ല, നമ്മളെ വലിയൊരു ഡ്രീം ആയിരുന്നു അത്. എല്ലായിടത്തും പോയി സ്റ്റേ ചെയ്യണം ടെൻറ്റ് അടിച്ചിട്ട്. അതിൻ്റെ ഒരു സാമ്പിൾ ട്രിപ്പാട്ടോ ഇന്നത്തെ. നമ്മളിവിടെ സ്റ്റേ അല്ല, നമ്മൾ വന്നിട്ട് ചിക്കനൊക്കെ ചുട്ട് തിന്ന് ടെൻ്റ് അടിച്ച് നമ്മൾ അവിടെ നിന്നിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. സ്റ്റേ ചെയ്യുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ ചായത്തോട്ടത്തിൻ്റെ നടുക്ക് കുറേ ഓറഞ്ച് മരങ്ങൾ കാണാൻ പറ്റും. നമുക്ക് അതിലൊക്കെ കാണാം കേട്ടോ. ഈ കായ്കളില്ല ഒരു മരം നോക്കിയിട്ട് നമുക്ക് ഷൂട്ടാക്കാം. കായ് ഉണ്ടോ നോക്കാം. ഇതിലൊന്നും കായ്കളൊന്നും കാണാനില്ല. അവിടെ ഈ മരത്തിൽ കുറച്ച് ഓറഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല. നമുക്ക് എന്തായാലും കയറി പറിക്കാം. നല്ല ഫ്രഷ് ഓറഞ്ച് പറിച്ചിട്ടും കാണിച്ചു തരാം നമുക്ക്. ഇതാട്ടോ മരം, ചെറിയ മരമാണ്. ടൈം കുറേ ഉണ്ട്, ചെറിയ ചെറിയ കായ്കളാണ്. കുറേ പൂത്തുക്കണ്, പിന്നെ കുറേ പച്ചകളൊക്കെ ഉണ്ട്. നമ്മൾ കയറുമോ? ഇത് കയറിയാൽ പിന്നെ ആ മരം നിൽക്കൂല ഇവിടെ. ഞാൻ കയറുമ്പോൾ ഇതിൻ്റെ സൈസ് താങ്ങാൻ പറ്റുന്നൊരു മരമാണിത്. ഇതാ കണ്ടോ, കുറേ ഇത് തൊലിച്ച് നോക്കിയാലോ. ഓ, ഇത് പച്ച പോത്തല്ലേ, മുടി പോത്താണ്. ഒന്ന് മേലെ കയറിയിട്ട് നമ്മൾ ഈ തോട്ടത്തിൻ്റെ ആളോട് പെർമിഷൻ ചോദിച്ചിട്ട് ഇവിടെ കയറി. അവിടെ നിന്ന് കിട്ടില്ല, അത്രയും മതിയടാ. കിട്ടുണ്ടോ? ഓ, പക്ഷെ ഒത്തിരി ഇതായി പോടാ, ഡാർക്കായി പോയി. കണ്ടോ, ഒരു ഫ്രഷ് ഓറഞ്ച് പൊടി. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാരങ്ങ കിട്ടിട്ടോ.
പൊളിച്ചോക്കെ പോവില്ലേ? ഇത് പുളിയാണോ? അതിലേ അതിലെ ഇതിൽ പോ, ഇതിൽ പോ. ഒന്ന് പൊടി, ഇത് കഴിച്ചോക്കട്ടെ. പുളിയാണോ മധുരമാണോ? അല്ല, എൻ്റെ കയ്യിലൊന്നുണ്ടല്ലോ ഒന്നും. ഇല്ല, കഴിച്ചോക്കാം. പുളിയില്ല, വലിയ മധുരമില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പോവാം. അങ്ങനെ നമ്മളെ പുഴയിലെത്തിട്ടോ, നമ്മളെ സ്പോട്ടിലെത്തിക്കണം. ഇവിടെ വലിയ ഒഴുക്കൊന്നുമില്ലല്ലേ? ഇല്ലല്ലോ. ഇവിടെ വലിയ ഒഴുക്കൊന്നും. ആ, ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. ഓക്കെ, വലിയ ഒഴുക്കൊന്നും ഇല്ലാണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങണം. ഇവിടെ ഇപ്പോൾ മേലെ പോവാം. ഇവിടെ ബെല്ലുണ്ടല്ലോ അല്ലേ? നമ്മളിച്ചിരി മേലെ പോവാണ്. കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. വണ്ടി ഇറങ്ങിയിട്ട് ഏത്? ആഹാ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചളിവേലി ഓവാലി പഞ്ചായത്ത് പെട്ടാണ് അല്ലേ? ചളിവേലല്ല? ആഹാ, ചളിവേലി ഓവാലി പെട്ടല്ല? ആഹാ, ചളിവേലല്ല, നമ്മളെ ധർമ്മഗിരി കേട്ടോ, ഓവാലി പഞ്ചായത്ത് പെട്ടാണ്. ഈ നേരെ വൈക്ക് പോകണം. ആറാട്ട് പറയുക ആ വൈക്കല്ലേ? ആ, ആനപ്പിണ്ടികൾ കൂടി ഉണ്ട് കേട്ടോ. അടിപൊളി സ്പോട്ടാട്ടോ. ഇതിന് മുമ്പ് പ്രാവശ്യം നമ്മൾ താഴെയല്ലേ പോയാൽ? കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ആ, കുറേ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ കല്ലുകളൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാട്ടോ. ചായത്തോട്ടങ്ങൾ, ചായല്ല കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. എസ്റ്റേറ്റിൻ്റെ ഭാഗം പെട്ടാണല്ലോ. എല്ലായിടത്തും ആൾക്കാരുണ്ടല്ലോ. അവിടെ ഒരു ഏർമാടോ? ഏർമാടാണ് എടാ. കൃഷിയൊക്കെ ഉണ്ടല്ലോ. അത് ഫോറസ്റ്റ് അല്ലടാ. എവിടെടാ? അതൊന്നും ഫോറസ്റ്റ് അല്ല. അവിടെ ഒരു ഏർമാടുണ്ട്. അത് ഏകദേശം അത് നാശമായിക്കണം. ഇതിൻ്റെ പോയിൻ്റെ അക്കരയും വീട് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കൃഷിത്തോട്ടങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണ്. നമുക്കിവിടെ ടെൻ്റടിച്ച് നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യാം. ഞാൻ അങ്ങോട്ട് കുറേ പ്ലാൻ ഉണ്ട് കേട്ടോ. ഇത് നമ്മളൊരു സാമ്പിൾ. ഇനി കുറേ സ്പോട്ട് പോയിട്ട് ഫുള്ള് സ്റ്റേ. അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോകുന്നുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാനുണ്ടോ? വ്യൂവേഴ്സൊക്കെ നമുക്ക് വളരെ കമ്മിയാണ്. അതുകൊണ്ട് മാക്സിമം കാണുന്ന പോലെ എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇച്ചിരി കുറച്ചുകൂടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുള്ളൂ. ഇവിടെ ഇറങ്ങല്ലേ? ആ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൊണ്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ആൾക്കാരുണ്ടോ പണിയെടുക്കുന്നു? എന്തോ കൃഷിപ്പണിയിലാണ്. മേലെ വായുണ്ട്. ആ ഏർമാടം ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. എവിടെ കാണുന്നില്ല. വരുന്ന വൈക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. അതൊക്കെ നാശമായി പോയിക്കണേ. നമ്മൾ ഇനി ടെൻറ്റ് സെറ്റാക്കില്ലോ. അങ്ങനെ നമ്മളെ ടെൻറ്റ് ഇവിടെ സെറ്റാക്കി കേട്ടോ. പോയിൻ്റെ അരികിലായിട്ട് ഇവിടെ ജോൺസിനും നമ്മളൊക്കെ ഇവിടെ വെള്ളത്തിലിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ടെൻറ്റ് ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ ജസ്റ്റ് വെച്ചുള്ളൂ. അടിക്ക് സ്റ്റേ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിവിടെ നിൽക്കണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കാറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒന്നിങ്ങനെ നമ്മുടെ ഈ ഒരു പോയനോട് ഫ്രണ്ടിലായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി.
ഉള്ളിലൊന്ന് കയറി വെക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു വ്യൂ കാണിച്ചു തരാം. ഇതാണ്ടോ നമ്മളെ ടെൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ ഈ ചുറ്റുവട്ടത്തിൽ എടുത്തില്ല പോയി വരാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ജസ്റ്റ് പോയി പിന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഇനി ഒരു 2-3 വീഡിയോസിന് ശേഷം നമ്മൾ പോണ സ്ഥലത്ത് സ്റ്റേ അടിച്ചിട്ടില്ല കിടിലം വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിക്ക്. ടെൻറ്റ് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ടെൻറ്റ് സെറ്റാക്കി. നമ്മൾ ചിക്കനത് ഫ്രോസനാണ്, വെള്ളത്തിലിട്ട് ചിക്കന് വിറക് റെഡിയാക്കിയിരിക്കുന്നത്. ഈ മസാല കൂട്ടിയിട്ട് നമുക്ക് ചൂടല്ലേ ഫോയിലിട്ട് ചൂടാനുള്ള പ്ലാനാണ്. നമ്മളെ ചിക്കന് അരിയാൻ വേണ്ടി വെച്ചത് നമുക്ക് അരിഞ്ഞ് നോക്കാം. അധികം ഇപ്പോഴും കട്ട് തന്നെയാണ്. ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. പിടി പീസൊക്കെ നമ്മൾ കൊണ്ടുപോകും കേട്ടോ. ഏകദേശം കഴിക്കണം. അതവിടെ കിടക്കട്ടെ. നമുക്കിനി മസാല കൂട്ടാം. മസാല വെറൈറ്റി മസാലകളെ കയറാം. നമുക്ക് മസാല കൂട്ടാം. നമ്മളെ മസാല എന്തൊക്കെയാറോ? നമ്മളെ ജോൺസൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നല്ല അടിപൊളി ഫ്രഷ് കുരുമുളക്, പിന്നെ കുറച്ച് കാന്താരി ഉണ്ട്, പിന്നെ നാരങ്ങുണ്ട്, പിന്നെ ഇച്ചിരി മസാലകളുണ്ട്. അതൊക്കെ കുറേശ്ശെ ഇടുള്ളൂ. മെയിനായിട്ട് കുരുമുളകും കാന്താരിയും, നാരങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടി. കാന്താരിയും കുരുമുളകും നമുക്ക് ജസ്റ്റ് ചതച്ചെടുക്കാം. നമ്മളെ ജോൺസനും അമലൊക്കെ അവിടെ അടുപ്പ് റെഡിയാക്കണം കേട്ടോ. നമുക്കിത് ഈ ഒരു കുരുമുളകും നമ്മളെ കാന്താരിയും ചതച്ചെടുക്കുന്നു. നമ്മൾ ആകെ ഒരു പ്ലേറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അത് നാച്ചുറലായിട്ടുള്ള പ്ലേറ്റ് കേട്ടോ. അത് വായൻ്റെ ഒക്കെ പാളിയാണ്. വായൻ്റെ അല്ല, കവുങ്ങിൻ്റെ പാളിയാണ്. ഇതിലിട്ട് ചാച്ചെടുക്കുക സാധനം. മേലെ 13 ആന ഉണ്ടല്ലോ കേട്ടോ. മേലെയോ 13 ആന മേലല്ലേ? ആനയെ കാണാൻ പോയില്ല. കാണാൻ പോകണ്ട, ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാം. ആന കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും പറയണ്ടേ ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. അത് വൈകാണ്ട് നമ്മൾ ക്ലിയർ ആയി കാണിച്ചു തരണ്ട്. കാണുന്നുണ്ട് ആന, നമ്മൾ ഇഷ്ടംപോലെ കാണും.
ഈ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ. ചതച്ച അതിന് പൊടിപ്പിച്ചാൽ മതി. മതി. വാ നമുക്ക് മസാല കൂട്ടാം. നമുക്ക് നമ്മളെ ചിക്കൻ മസാല കൂട്ടാം കേട്ടോ. നമുക്ക് ആദ്യം നമ്മളെ കാന്താരി ഒരു വെള്ളം ഉണ്ട് കേട്ടോ. കാന്താരി കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മസാലകളിൽ കടന്നുകൊണ്ടേ മഞ്ഞൾപ്പൊടി നല്ലതാണ്. ഇവിടെ ഉണ്ട് കുറച്ച് മതിടാ. കാന്താരി ഇല്ലേ മതി. കുരുമുളക് പൊടിച്ചു കേട്ടോ. കുരുമുളക് ജീരകമെല്ലാം ഇട്ട് ഇതാണ് കേട്ടോ മെയിൻ ടേസ്റ്റ് വരുന്നൊരു സംഭവം. ഇതാണ് ഇതുണ്ടോ. അപ്പുറത്ത് ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് കുളിക്കണ്ട്. പണി കഴിഞ്ഞ് തീ കെട്ടുപോയോ? വിറക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കും. ശരിക്ക് മസാല കൂട്ടിയിട്ട് ഒരു അരമണിക്കൂറല്ല 2-3 മണിക്കൂറെങ്കിലും മസാല പിടിപ്പിച്ച് വെക്കണം. എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഫോയിൽ ചൂടുന്നത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ നല്ല നാരങ്ങ കയറ്റിട്ടുണ്ട്. ഒരു 3 നാരങ്ങ കയറ്റിക്കും. നാരങ്ങ കയറ്റിയാൽ തന്നെ മസാല അടിപൊളിയായിട്ട് ഇറച്ചി പിടിക്കും. തൈരൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഈ വെള്ളത്തിൽ ശരിക്കും ഇങ്ങനെ ഇട്ട് വെക്കണം. മസാല അടിപൊളിയാവുള്ളൂ. ഒരു നാരങ്ങ കുഴപ്പം വെച്ചില്ലേ? നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇടിച്ച് പൊളി. നമുക്ക് പോകാം. ഇപ്പോൾ ഇവിടെ എന്തൊരു സൗണ്ട് തവളൻ്റെ. ഇത് ശരിക്കും ഇങ്ങനെ കിടക്കണം, മുങ്ങി ഇങ്ങനെ കിടക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും മസാല കടന്നാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായി കിട്ടും. എന്തായാലും കുറച്ച് നേരം നമുക്കിവിടെ പിന്നെ കിടക്കട്ടെ. എന്താ മോനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മനെ ടേസ്റ്റ് ചെയ്യില്ല. ടേസ്റ്റ് ചെയ്യുമോ? എനിക്ക് പറ്റാത്താണുള്ളതൊക്കെ. നോക്കാം ടേസ്റ്റ് ചെയ്യണോക്കെ. ജോൺസ് നോക്കി നോക്കാം. നോക്കടേ. ഞാൻ വെന്തിട്ട് മസാല കുറേ നേരം വെച്ചിട്ടോ. ഏകദേശം പൊടിച്ചിട്ടുണ്ടോ? ഇനി ഫോയിൽ എടുക്കാം. നമുക്ക് ഫോയിൽ പൊഴിഞ്ഞിട്ട് കത്തി വെച്ച് മുറിക്കും. ഈ സാധനം പോരല്ലോ ഫോയിൽ.
നമ്മൾ വായൻ്റെലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി കനത്തിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 2-3 ലെയറായിട്ട് വെക്കണം കേട്ടോ അടിഭാഗത്ത്. ഇത് കോയിൽ പോരാ പറഞ്ഞ വഴക്കൊന്നും കാണും. നിങ്ങൾ ഫോയിൽ ചെയ്യണതിന് മുമ്പ് ശരിക്കും ഉള്ളിൽ വായൻ്റെല അങ്ങനത്തെ ഇലകൾ എന്തെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. ആണല്ലോ അല്ലേ. നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കും. എന്നിട്ട് ആ ചാറതിൻ്റെ ഉള്ളിൽ ചോദിച്ചു തരും. കോലിലുള്ള ചുറ്റിക്കോ. അടുത്തുള്ള ട്രിപ്പ് അധികം ഇനി സോളോ ആയിക്കാറ് കേട്ടോ. നമ്മൾ തനിച്ച് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഇതേ പരിപാടി കയറാം. വാ നമുക്ക് ഇനി അടുപ്പ് കൊണ്ടിടും. ഓക്കെ ഇനി നടുക്കൊക്കെ വെക്കണം. വെച്ചോ. ചുറ്റോടും പുറകെ വെച്ചാൽ മതി. നമ്മളെ സംഭവം ഈ കുറേ നേരമൊന്നും വേണ്ട, കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാവും. ജോൺഷാ വീഴുമ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങില്ലേ? ഈ ഇറങ്ങില്ല ജോ ആമലോ അയ്യോ ഷോർട്ട് എടുത്തില്ല. എടാ നിന്റെ ഇതെന്ത് ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടോ? നല്ല വോക്കലുണ്ട്. അതാ ഞാൻ കേറാത്ത തണുത്ത വെള്ളം കേട്ടോ. എങ്ങനെ നമ്മള് വേറെ ഡ്രസ്സ് കൊണ്ട് നിൽക്കണേ. കുളി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. തണുപ്പ് എങ്ങനെയുണ്ട് വെള്ളത്തിന്? ഭയങ്കര തണുപ്പ്. അവിടെ കുറെ പാറമ്മ ശ്രദ്ധിക്കട്ടോ നമ്മൾ നടക്കണേ. ഓ പാറ ചവിട്ടി എങ്ങനെ പോരും? അവിടെ ഇച്ചിരി ആണ്ടേ നമുക്ക് ചാടാം. ചാടട്ടെ? ക്യാമറ നല്ല തണുപ്പ് വെള്ളത്തിന്. കിടിലൻ സ്പോട്ടാട്ടോ. നമ്മളെ ടെൻ്റ് ഇറക്കുന്നുണ്ട് അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക്. നമ്മൾ കോഴി കടന്ന് വീഴുന്നുണ്ട്. അടിപൊളി ഒരു കാമായിട്ടുള്ള ഏരിയ. എല്ലാ രീതിയിലും വരാം. അടിപൊളി. ഒരു ചാട്ടം ചാടത്തെ ചാടാൻ സ്പേസ് ഇല്ല ഇവിടെ. ഇപ്പുറത്തേക്ക് ഇടാ, അത് കല്ലാണ്. മറിഞ്ഞ് ചാടാൻ സ്പേസ് ഇല്ലടാ. വള്ളത്തിന് ചാടുമ്പോൾ മറിയാൻ പറ്റില്ല. ഓ താഴെ ഇറങ്ങി നോക്കിയിട്ട് ചാടിയാൽ മതി, കല്ലുണ്ടാവും. ചാടണി കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇവിടുന്ന്
ഇച്ചിരി ബൾട്ടി. height ന്ന് നമുക്ക് ബൾട്ടി അടിച്ചു. എത്തൂല, നമ്മള് ഇങ്ങനെ പോകും കടയിൽ. കിട്ടിയോ? കിട്ടി. ഈ മരത്തിന് സ്പേസ് വേണം, നല്ല പറ്റുള്ളൂ. നമ്മളെ സംഭവം റെഡി ആയിക്കണോ? ഇല്ല, അടിച്ചെടുത്തവനെ കമ്പി. ഇല്ല ഇല്ല, കൈ കൊണ്ട് കിട്ടോ, അതിന് മാത്രം ചൂടൊന്നുണ്ടാവില്ല. എന്താ ചാൻസാ രാമലെ? അയ്യോ അങ്ങനെ പൊട്ടി വരുന്നുണ്ട് സാറേ. മാറ്റി അടിപൊളിയാ. കഴിച്ചോ ഒരു പീസ് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. കത്തി വണ്ടിയിലേക്ക് ഉള്ളിലായിരിക്കും. സത്യം മാത്രമേ പറയുള്ളൂ, നല്ലതായ ഉള്ളിയാണ്. അത്യാവശ്യം പൊളിയുണ്ടോ പുളിയുണ്ട്, നന്നായിട്ടുണ്ട്. ഈ ഒരു ടേസ്റ്റ് ജോൺസാ. കഴിക്ക് ജോൺസ്, കഴിക്ക്. വേണ്ട, ഇന്ന് മതി. ബാങ്ക് ഇട്ട് നിങ്ങൾ കാന്താരി ഉണ്ടോ? ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിക്കാറ്. എല്ലാവർക്കും പറ്റിക്കോളന്നില്ല, എല്ലാവർക്കും പറ്റും. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടല്ലോ. എടുക്കട്ടെ തിന്നുന്നത്. അങ്ങനെ ഉണ്ടോ ടേസ്റ്റ്? റിയൽ ആയിട്ട് പറയാം, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അവിടുന്ന് ഒരു അൽഫാം നിന്നിട്ട് ഇവിടെ ഒന്ന് അല്ല, എന്തിനാ വിളിച്ച് വണ്ടറിൽ പോയത്? വെള്ളത്തിൽ ഇറങ്ങി എന്നിട്ട് മൊത്തം വെള്ളത്തിൽ ഇറങ്ങി, നല്ല അടിപൊളിയായിരുന്നു. കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കിൽ ഇറങ്ങിയിട്ടുണ്ടാവും. എല്ലായിടത്തും ഇറങ്ങി. കുട്ടികളെ നോക്കാനാണ് അങ്ങനെ സ്കൂളിൽ നിന്ന് പോയതാ? എടാ അല്ല, കുട്ടികൾക്ക് ഒന്ന് അയച്ചു കൊടുക്കേ. ഫുൾ കമന്റ് ഇടാൻ പറയാം. അമൽ സാർ എന്ന് പറഞ്ഞു. അമൽ സാർ ഞാനൊരു കല്യാണത്തിന് പോയി, ഒരു കുട്ടി വന്നിട്ട് അമൽ സാർ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് അന്വേഷിച്ചു വന്ന് പറഞ്ഞപ്പോ കുട്ടി പറയാം, എന്നെ തല്ലി ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു സാർ. കുട്ടി എന്നോട് പറയാം, സാറേ ഞാൻ ചേട്ടായി എന്നെ തല്ലിയിട്ട് ഞാൻ അവിടെ നിന്ന് സെന്റ് തോമസ് സ്കൂളിലേക്ക് മാറിപ്പോയി സാറേ. ഈ സാർ എന്നെ അടിയായിരുന്നു പറയും, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിനെ കണ്ട തല്ലാനും തോന്നുന്നില്ല. ശരിക്കും തമാശ പറഞ്ഞായിരിക്കും. ആ ചെക്കൻ നോട്ട് എഴുതിയിട്ടില്ല, മണലായിരുന്നു അത്ര. മണലാണെങ്കിൽ അടി ചെയ്താക്കി. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോണത് മിക്കവാറും ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. അതൊന്നും സ്റ്റേ ഉണ്ടാവില്ല. പിന്നെ വേറെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ആക്കി നമ്മളെ സപ്പോർട്ടാക്കി. കുറേ സോളോ ട്രിപ്പ് നമ്മൾ ഈ ഒരു ടെൻറ്റിൽ സ്റ്റേ ചെയ്തിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.